പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 6 വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. പ്രിയമക്കളെ നോക്കൂ, ഹല്ലേലൂയ. ദൈവം ഉണ്ട് എന്നും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, ഹല്ലേലൂയ, അത് വിശ്വസിക്കണം. സങ്കീർത്തനം 58:11 പറയുന്നുണ്ട്, ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയാണ്, നമുക്ക് വേണ്ടി ന്യായവിധി നടത്തുന്ന, നമ്മെ പ്രതിഫലം തന്ന് മാനിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് ചുറ്റുമുള്ളവർ അറിയത്തക്കവണ്ണം ദൈവപ്രവൃത്തി നമ്മിൽ കാണുവാനിടവരും. ഹല്ലേലൂയ. നാളുകൾ നാം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. പ്രതിഫലം ലഭിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ. ചെയ്യുന്ന പ്രവൃത്തിയുടെ കണക്കിനനുസരിച്ചാണ് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ അല്ലെങ്കിൽ കൂലിയുടെ അളവും തൂക്കവും നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നതും ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം. ഹല്ലേലൂയ. അതെങ്ങനെയാണ് പ്രിയ മക്കളെ? ഹല്ലേലൂയ. നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ യേശുവപ്പൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുള്ള ആ ഒരു വിശ്വാസം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. അബ്രഹാമിനെ നോക്കൂ, നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? തൻ്റെ ജീവിതത്തിലെല്ലാം വിശ്വാസത്താലാണ് നടന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലും നമുക്ക് പല വിശ്വാസത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 15:28 കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് വലിയ വിശ്വാസം. അത് 15 ഹല്ലേലൂയ 21 വാക്യം മുതൽ നോക്കുമ്പോൾ യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാനി സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക് വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ തന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇതാണ് യേശുവിലുള്ള വിശ്വാസം. അവൾ യേശുവിൽ അധികമായിട്ട് വിശ്വസിച്ചു. യേശു അപ്പൻ, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞിന് സൗഖ്യം കൊടുക്കും. ഞാൻ എങ്ങനെ പുറകെ പോയി നിലവിളിച്ചാലും, ആരൊക്കെ എന്നെ ശാസിച്ചു പറഞ്ഞാലും, എൻ്റെ അപ്പൻ എനിക്ക്, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞിന് വിടുതൽ തരും, എൻ്റെ വിഷയത്തിന് മറുപടി നൽകി തരുമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസം അവളിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മിലും യേശുവിലുള്ള വിശ്വാസം എങ്ങനെയാണ്? ഹല്ലേലൂയ. നോക്കൂ, വെറും പേരിൽ മാത്രമുള്ളതാണോ അതോ വിശ്വാസത്താലുള്ള വിശ്വാസമാണോ? ഹല്ലേലൂയ. ഇവളെന്താണ്? ഹല്ലേലൂയ. കനാനി സ്ത്രീ. ആർക്കും ഹല്ലേലൂയ യേശുവിൻ്റെ അടുക്കൽ കനാനിയൊക്കൊന്ന് കടന്നു വരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവൾക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം, ആര് എങ്ങനെ എന്തൊക്കെ പറയട്ടെ, അവൾ യേശുവിൽ അങ്ങ് വിശ്വസിച്ചു. അത് യേശു എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ പിറകെ പോവുകയാണ്. ഹല്ലേലൂയ.
പലതും വിളിച്ചു, എന്നിട്ടും ഹല്ലേലൂയ അവൾക്ക് മകൾക്ക് സൗഖ്യം കിട്ടണം. യേശുപ്പൻ അതൊക്കെ കണ്ടിട്ടാ പറഞ്ഞ അവളിലുള്ള ആ വലിയ വിശ്വാസം. പ്രിയ മക്കളെ, ഇന്ന് നമ്മളിൽ എങ്ങനെയാണ് യേശുപ്പനുള്ള വിശ്വാസം? ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, ഒന്നും മാറ്റി നിർത്തുന്നില്ല. പക്ഷേ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് ഹല്ലേലൂയ പതറി നിൽക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. നോക്കും, നിത്യനും പരിശുദ്ധനുമായ ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. എൻ്റെ വിഷയത്തിന് പരിഹാരം അപ്പൻ്റെ പാദപീഠത്തിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. മനുഷ്യരുടെ പുറകെ അല്ല പോകണ്ടേ, യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് മുഴങ്കാൽ മടക്കിയാൽ മതി. അവിടെ നമുക്ക് മറുപടി നൽകി തരും. പ്രിയ മക്കളെ, ദൈവം നമ്മുടെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ. നാം ആത്മാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവിക സാമീപ്യവും ആ സാന്നിധ്യവും ഒക്കെ അനുഭവിക്കുകയും വേണം. ഹല്ലേലൂയ. അന്നേരം അവിടെയൊക്കെ വിടുതൽ അനുഭവിക്കുന്നത്. ദൈവിക സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കങ്ങ് വിശ്വാസം വർദ്ധിക്കുക. ഹല്ലേലൂയ. കർത്താവിങ്കിലേക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ സന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത്, കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഞാൻ എൻ്റെ വിഷയം ഇറക്കി വെച്ചിരിക്കുന്നത് എന്ന് ഹല്ലേലൂയ വിശ്വാസത്തോടെ പറയുമ്പോൾ അവിടെ വിടുതലാണ്. പ്രിയ മക്കളെ, ആവർത്തന പുസ്തകം 4:29 പറയുന്നുണ്ട്, എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു പൂർണ്ണത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പൂർണ്ണതയോടെ, ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ യേശുവപ്പനെ അന്വേഷിച്ചാൽ അവിടുന്ന് കണ്ടെത്തുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിന് മറുപടിയായി തീരുവാനിടയായിത്തീരും. നമ്മൾ എന്താണ് ഹല്ലേലൂയ പകുതി മറ്റുള്ളവരുടെ അടുക്കലും പകുതി അപ്പൻ്റെ അടുക്കലും അല്ല വെക്കേണ്ടത്, മുഴുവനായിട്ട് യേശുവപ്പൻ്റെ പാദപീഠത്തിൽ അങ്ങ് വെക്കുകയാണോ അവിടുന്ന് മറുപടി നൽകി തരും. ഹല്ലേലൂയ. മാനുഷികമായിട്ട് നമ്മൾ പോയാൽ ഒരു കാര്യം അന്നേരം നമുക്ക് വേണമെങ്കിൽ എന്ന് തക്ക സമയത്തിന് ആ തൽക്കാല സമയത്തിന് നമുക്കൊരു വിടുതൽ ലഭിക്കും. ഹല്ലേലൂയ. പക്ഷേ നിത്യമായ ഹല്ലേലൂയ എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ തന്നെ ചെല്ലണം. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 7:7-8 വാക്യത്തിൽ പറയുന്നുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ യാചിക്കാനോ അന്വേഷിക്കാനോ മുട്ടുവാനോ യാചിക്കാനോ ആരാണ് പോകുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എന്താണ് എളുപ്പ വഴികളാണ് നോക്കുന്നത്. ഹല്ലേലൂയ. യേശുവപ്പൻ്റെ സന്നിധി കടന്നു വരിക. ഹല്ലേലൂയ. അപ്പൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ വിഷയം ഇറക്കി വെക്കുക. ഹല്ലേലൂയ. അപ്പൻ്റെ പാദപീഠത്തിൽ ഒന്ന് മുട്ടുകുത്ത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് ചെല്ല്. ഹല്ലേലൂയ. അവിടുന്ന് മറുപടി കിട്ടും. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു. ഹല്ലേലൂയ. അപ്പൻ്റെ സന്നിധി കടന്നു വന്ന് ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കുമ്പോൾ അവിടുന്ന് മറുപടി നൽകി തരുന്ന അപ്പൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. അന്വേഷിക്കുന്ന മക്കൾക്ക് ഉത്തരം കിട്ടും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ ഇന്ന് അന്വേഷിക്കുവാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? ഹല്ലേലൂയ. എങ്കിൽ അവിടുന്ന് മറുപടി കിട്ടും. പ്രിയ മക്കളെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. നമുക്ക് എല്ലാത്തിലും ഒരു വിശ്വാസം വേണം. യാചിച്ചാലും അന്വേഷിച്ചാലും മുട്ടിയാലും എൻ്റെ അപ്പൻ എൻ്റെ വിഷയത്തിന് മറുപടി നൽകി തരും എന്നുള്ള ആ ഉത്തമ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടുന്ന് നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ വിഷയത്തിന് മറുപടിയായിത്തീരും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശുവപ്പൻ എൻ്റെ സന്നിധി, കർത്താവപ്പച്ചൻ എൻ്റെ ഭവനത്തിലുണ്ട്, എൻ്റെ വിഷയത്തിൻ്റെ അടുക്കലുണ്ടെന്ന് വിശ്വസിച്ച് നമുക്കായിത്തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. കർത്താവ് ഏത് വിഷയത്തിന്മേലെ ഓരോ മക്കളും അപ്പൻ്റെ പാദപീഠത്തിൽ കടന്നു വരുന്നോ അതിന്മേൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകണമേ. നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവേ. അത്ഭുത മറുപടി കൊടുക്കണം. ഓരോരുത്തരും എൻ്റെ അപ്പനുണ്ട് എന്ന് അറിയണം. ഹല്ലേലൂയ. അപ്രകാരം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തുവാനുള്ള വഴി ഒരുക്കി കൊടുക്കണമേ. നിത്യമായ ഭവനത്തിന് വേണ്ടി ഓരോരുത്തർക്കും നോക്കിക്കാണുവാൻ ദൈവം സഹായിക്കണം. കരങ്ങൾ
കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഓരോ മക്കളുടെ വിഷയത്തിന്മേലും ദൈവം അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.